ഹലോ, ഇന്ന് നമ്മൾ 11th ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്ഥിതി വിവര കണക്കുകൾ എന്ന യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്, നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ട് ആ ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ട് നമ്മളത് ഗ്രാഫാക്കിയിട്ടോ പൈ ചാർട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിൽ നിന്നും കാര്യങ്ങൾ അനലൈസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ആക്സിസ് ഉണ്ടാവും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതും, അതുപോലെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ എഴുതും. എന്നിട്ട് ഇതിൽ എന്താ പറയുക, ആ കാര്യങ്ങളനുസരിച്ച് ഡാറ്റാസ് പിക്ചറായിട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്കിലേക്ക് അവർ കുറച്ച് ഫണ്ട് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ ഓരോ ക്ലാസ്സും എത്രയാണ് ഫണ്ട് കൊടുത്തത് എന്നാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് 5A ക്ലാസ്, ഇത് 5B ക്ലാസ്, ഇത് 6A, ഇത് 6th B, ഇത് 7th A, ഇത് 7th B. ഇത് അവർ കൊടുത്ത പ്രൈസുകളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് 5th A ക്ലാസ് കൊടുത്തതാണ് നേരെയിൽ ഇത് വന്നത്. അപ്പോൾ അത് 600 രൂപയാണ് കൊടുത്തത്. ഇനി 5th B ക്ലാസ്സോ 750 ആണ് കൊടുത്തത്. അതുപോലെ 6th A ക്ലാസ്, അതുപോലെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ 6th B ക്ലാസ്, അവർ ഇതേ ഇത്രയാണ് 400 ആണ് കൊടുത്തിട്ടുള്ളത്. ആ ക്ലാസ്സും കൊടുത്തത് ഇവിടെ തന്നെ. ക്ലാസ്സും കൂടെ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ കണ്ടെത്താം. അതിനായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സും കൊടുത്തത് ആഡ് ചെയ്യണം. ഫസ്റ്റായിട്ട് നമുക്ക് 5A ക്ലാസ്, അതുപോലെ 5th B, 6th A, 6th B, 7th A, 7th B. ഓരോ ക്ലാസ്സും എത്ര കൊടുത്ത് 6 ആണ് കൊടുത്തത്. രണ്ടാമത്തെ ക്ലാസ്സോ 750. ഇനി മൂന്നാമത്തെ ക്ലാസ്സോ 600. ഇനി 6th B ക്ലാസ് 400. അതുപോലെ 7th ക്ലാസ് കൊടുത്തത് 50 അല്ല 800. ഇനി അടുത്ത ക്ലാസ് അത് 700. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇത്ര. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 5 0 ഒരു 5 ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 40. ഇത് രണ്ടും 28 10 38. അപ്പോൾ ഇത്ര രൂപയാണ് ടോട്ടലായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് കൂടുതൽ ഏത് ക്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്? ഈ ക്ലാസ്സാണ് അല്ലേ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഏതാ ക്ലാസ്? 7th A ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. ഇനി ഏറ്റവും കുറവ് ഏത് ക്ലാസ്സാണ്? ഈ ക്ലാസ്, അതായതാണ് 6th B ക്ലാസ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഓരോ ക്ലാസ്സും എത്ര രൂപ കൊടുത്തു എന്നല്ലേ. ഇനി നമ്മൾ കാണുന്നത് ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നോക്കി, ഇവിടെ 5A ക്ലാസ്സിൽ 25, 5Bയിൽ 30, 6Aയിൽ 30, 6th Bയിൽ 20, 10th Aയിൽ 40, 6th Bയിൽ 35. ടോട്ടൽ 180 സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. ഇനി ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഡീൽ വരയ്ക്കുന്നത്, ഫസ്റ്റ് നമ്മൾ ബാർ ഗ്രാഫിൽ എന്താ വരയ്ക്കേണ്ടത്? ഇങ്ങനെ ഒരു ലൈനും വേണം, അതുപോലെ ഇങ്ങനെ ഒരു ലൈനും വേണം. ഇനി ഈ ഒരു ലൈനിൽ നമ്മൾ രേഖപ്പെടുത്തുക ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് 25 ഉണ്ട്, 30 ഉണ്ട്, 20, 25, 30, 35, 40. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്യണം. 1 2 3 വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം. എന്തെങ്കിലും 5 10 അങ്ങനെ വേണം മാർക്ക് ചെയ്യാം. 10 50 25 30 35 40 ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത്. ഇതെന്താണ്? 5 10 20 25 30 35 40. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5A ക്ലാസ്സിന് ഇവിടെ വെക്കുക. 5A ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ഉള്ളത്. അപ്പോൾ 25 വരെയാണ് ആരുണ്ടാവുക? 5th A ക്ലാസ്. 5th A 25 സ്റ്റുഡൻസും. ഇനിയോ 30, ഇപ്പോൾ 30 വരുന്നത് ഇവിടെയല്ലേ, വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് ക്ലാസ് 5th B. അടുത്ത ക്ലാസ്സും 30 ആണ്, 6th A ക്ലാസ്. ഇത് 6th A. നെക്സ്റ്റ് ക്ലാസ് എത്രയാണ്? 20 ഇവിടെ വരെ. ഏതാ ക്ലാസ്? 6th B. ഇനി അടുത്ത ക്ലാസ് 40.
ഏതാ ക്ലാസ്? 7th A. ഇനി അടുത്ത ക്ലാസ് എത്രയാ? അടുത്ത ക്ലാസ് 35 വരുന്നത് ഇവിടെ അല്ലേ. ഇത് 7th B. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് പിക്ചർ കാണാം. ഇതുപോലെ ഉണ്ടാവും. ഒരാൾ 25 ഇതാ കറക്റ്റ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഞാൻ വരയ്ക്കുമ്പോൾ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ടാവും, അങ്ങനെയൊന്നും ഇല്ലാണ്ട് വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കരുത്, ഓരോന്നിൻ്റെയും ഈ ഒരു വീതി ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെയും വീതി സെയിം ആവണം. ഇതിപ്പോൾ വീതി ഒരു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 2 സെൻറ്റിമീറ്റർ ആവണം, ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്ററും. അതുപോലെ ഇവിടെയുള്ള ഡിസ്റ്റൻസും സെയിം ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള ഓരോ നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആവണം. വരകളായിട്ടുണ്ട്. ഇനി ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഡൊണേറ്റ് ചെയ്ത ഫണ്ടും ഇത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവുമാണ്. ഇനി ഇതിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് കണ്ടാൽ ഇതിൽ ഏതൊക്കെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്, ആരാണ് ഏറ്റവും കുറവ് നൽകിയത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും പറയാൻ കഴിയുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്നും ഒരു ആവറേജ് ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിൽ നിന്നാണ്, അതുപോലെ ആവറേജ് ഏറ്റവും കുറവ് ഏത് ക്ലാസ്സിൽ നിന്നാണ്, അങ്ങനെയൊക്കെ നോക്കാൻ നമ്മൾ എന്താ ചെയ്യുക അറിയാം. ആവറേജ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഒരു ക്ലാസ് എക്സാമ്പിൾ കാണിച്ചാൽ ഈ ഒരു ക്ലാസ് എടുക്കുക നമ്മൾ 5th Aയിൽ 5th ആവറേജ് ആണ് കേട്ടോ കാണുന്നത്. എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ്സിനല്ലോ ഇവിടെ 600 സ്റ്റുഡൻസ് ആണ്, 600 ആണ് അവർ കൊടുത്തത്. അപ്പോൾ 600 അവിടെ എഴുതാം. കുട്ടികളിലുള്ളത് ആവറേജ് ഒരു കുട്ടി എത്ര നൽകി, ഏകദേശം എത്ര നൽകിയിട്ടുണ്ടാവും എന്ന ഡേറ്റയാണ്. ഇനി ഈ 600നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 × 4 എത്രയാ? 24. അപ്പോൾ 24 ആയിരിക്കും ഒരു കുട്ടി നൽകിയിട്ടുണ്ടാവുക. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് നോക്ക്, ഏത് ക്ലാസ്സാണ്? 5th Bൻ്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ അവർ 750 ആണ് ഉള്ളത്. 750നെ 30 കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ് 25 ആണ് കിട്ടുക. 25. ഇപ്പം നമുക്ക് ഓരോ ക്ലാസ്സിൻ്റെയും ഈ ക്ലാസ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? 24. ഇവിടെ കിട്ടിയത് 25. ഇനി അടുത്ത ക്ലാസ് 30 ആണുള്ളത്, അത് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ 600നെ നമ്മൾ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 20 ആണ് ഇവിടെ ആവറേജ്. ഇനി അടുത്ത ക്ലാസ് എത്രയാണ്? അടുത്ത ക്ലാസ്സിൽ 400 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു 400 എന്ത് ചെയ്യണം? ഇവിടെ എത്ര കുട്ടികളുണ്ട്? 400 ആകുമ്പോൾ അവിടെ 20. അപ്പോൾ 20, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. ഫസ്റ്റ് ക്ലാസ് നോക്ക്, സ്റ്റുഡൻസ് 800 അല്ലേ. ഈ 800 ഏതിനോട് ഡിവൈഡ് ചെയ്യേണ്ടത്? അവിടെ എത്ര സ്റ്റുഡൻസ് ആണ്? 40. അപ്പോൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അടുത്ത ക്ലാസ് അതിൽ 700 ആണ് സ്റ്റുഡൻസിൻ്റെ എണ്ണം. ആ 700നെ നമ്മൾ അവരോട് കൊടുത്ത പൈസ. ഇനി അവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 35 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആ 35 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുക. ഇവിടെ ആവറേജ് ഏറ്റവും കൂടുതൽ കൊടുത്തത് ഏത് ക്ലാസ്സാണ്? ആവറേജ് ഏറ്റവും കൂടുതൽ കൊടുത്തത് 24 അല്ല, 25 ആണ് അല്ലേ. 25 ഏതാണ്? 6th B ക്ലാസ്സാണ്. B ക്ലാസ്. അപ്പോൾ 5th ആണ് ഓരോ കുട്ടിയെയും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഏറ്റവും കുറവ് ഏത് ക്ലാസ്സാണ്? ഏറ്റവും കുറവ് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല, കാരണം ഏറ്റവും കുറവ് ഇവയെല്ലാവരും ഇവിടെയൊക്കെ സെയിം ആണ് അല്ലേ. അപ്പോൾ അവരെല്ലാം ഏറ്റവും കുറവിൽ തന്നെയാണ് പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.